ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് കണ്ണൂർ സൈഡിലൊക്കെ വളരെ പ്രചാരത്തിലുള്ള കുക്കറിലുണ്ടാക്കുന്ന കലത്തപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പച്ചരി അരച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് കുതിർത്തിയ പച്ചരി ചേർക്കുക. സാധാരണ പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 5 മണിക്കൂർ കുതിർത്തിയതാണ്. അതിൽ കൂടുതൽ കുതിർത്തിയാലും കുഴപ്പമില്ല. 4 മണിക്കൂറിനെങ്കിലും കുതിർന്നിരിക്കണം, എന്നാലേ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കുക. ഞാൻ ഏലക്കയുടെ അരി മാത്രം എടുത്ത് പൊടിച്ചതാണ്. ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. അതിനുശേഷം 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ആദ്യം ഒഴിച്ചാലും നല്ലതുപോലെ അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ആദ്യം ചേർത്തത്. ഇതിലേക്ക് ഇനി 3/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കലത്തപ്പത്തിൻ്റെ ബാറ്റർ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഈ അരച്ച ബാറ്ററിലേക്ക് നമുക്കിനി മധുരത്തിനുള്ള ശർക്കരയാണ് ചേർക്കേണ്ടത്. അത് നമ്മൾ അഴിപ്പിച്ചാണ് ചേർക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു സോസ് പാനിൽ 250 ഗ്രാം ശർക്കര നല്ലതുപോലെ അഴിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോഴാണ് ബാറ്ററിലോട്ട് ഒഴിക്കേണ്ടത്. അരി അരച്ച് വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഒഴിക്കേണ്ടത്. നന്നായി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ബാറ്റർ വെന്തു പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശർക്കരയിൽ മണ്ണും കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അരിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട്. ഇതിലതൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ഡയറക്റ്റാണ് ഒഴിച്ചിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് തേങ്ങാക്കൊത്തും ഉള്ളിയും വറുത്ത് ചേർക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കുക്കർ ചൂടാക്കിയതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണയും 3 ടീസ്പൂൺ നെയ്യും ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 ടീസ്പൂൺ എണ്ണയും 2 ടീസ്പൂൺ നെയ്യും ചേർത്താൽ മതിയാകും. എണ്ണയും നെയ്യും നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ തേങ്ങാക്കൊത്ത് ചേർക്കാം. 1/2 കപ്പ് തേങ്ങാക്കൊത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. 10-20 ചെറുള്ളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്യാം. മീഡിയം ഹീറ്റിൽ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഉള്ളിയുടെ നിറം മാറി തുടങ്ങുമ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. ഉള്ളിയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റൗവ് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. ശർക്കരയ്ക്ക് ചിലപ്പോൾ നേരിയ ഉപ്പ് കാണും, അതുകൊണ്ട് കൂടുതൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നല്ല ചൂടായിരിക്കുമ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കരുത്, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. ബാറ്റർ കൂടുതൽ തണുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് ഉണ്ടാക്കണം. ഇപ്പോൾ കുക്കറിൽ നേരിയ തീയിൽ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി കുക്കർ നന്നായിട്ട് ചൂടാകാൻ വേണ്ടി തീ ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ടിത് ഉള്ളിയൊക്കെ നല്ലതുപോലെ ബ്രൗൺ നിറമായി കഴിയുമ്പോഴേക്കും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി ഒന്ന് അടച്ച് ലോക്ക് ചെയ്യാം. മൂടിയിലെ വെയിറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് കുക്കർ അടച്ച് ലോക്ക് ചെയ്യേണ്ടത്. കുക്കർ അടച്ചതിന് ശേഷം ഉടനെ തന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴേക്കും കുക്കറിൻ്റെ സ്റ്റീം വരുന്ന വാൽവിലൂടെ ചെറിയ ചെറിയ കുമിളകൾ വെള്ളത്തോടുകൂടി പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. ഇതുപോലെ വന്നതിന് ശേഷം ഒരു 4-4.5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ലതുപോലെ ആവി പുറത്തേക്ക് വരുന്നത് കാണാം. ഇപ്പോൾ ഒരു 4.5 മിനിറ്റ് 5 മിനിറ്റ് ആകാറായിട്ടുണ്ട്. അപ്പോഴാണ് ഈ സ്റ്റീം നന്നായിട്ട് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. അതിനുശേഷം ഒരു 3 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 3 മിനിറ്റിന് ശേഷം ഈ കുക്കർ തുറക്കുക. കുക്കർ തുറക്കുമ്പോൾ മൂടിയിലെ വെള്ളം ഉള്ളിലേക്ക് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ കലത്തപ്പം നന്നായിട്ട് പൊങ്ങി റെഡി ആയിട്ടുണ്ട്. കുക്കർ തുറന്നപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല കൊതിപ്പിക്കുന്ന മണമാണ് വരുന്നത്. ഇനി ഇത് 3-4 മണിക്കൂർ തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കുക്കറിൽ നിന്ന് ഇത്
ഇളക്കി മാറ്റി എടുക്കുന്നത്. തണുത്ത് കഴിയുമ്പോഴേക്കും കുക്കറിൻ്റെ അരികിൽ നിന്ന് ഈ കലത്തപ്പമൊക്കെ വിട്ടു പോരാൻ തുടങ്ങും. ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരികിൽ നിന്നൊക്കെ വിട്ടിട്ടുണ്ട്. പക്ഷേ വിടാത്ത ഭാഗം ഉണ്ടെങ്കിൽ നമ്മളൊരു കത്തിയോ ഫോർക്കോ കൊണ്ട് അത് വിടിയിച്ചെടുക്കണം. എന്നിട്ട് കമഴ്ത്തി എടുത്തിട്ട് നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ലതുപോലെ അടർന്ന് കിട്ടിയിട്ടുണ്ട്. ഒട്ടും പിടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു, കരിഞ്ഞിട്ടും ഇല്ല. നല്ല ഭംഗിയായിട്ടുള്ള കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ നിന്ന് മാറ്റാൻ വേണ്ടി തണുക്കാൻ വയ്ക്കുമ്പോൾ അത് തുറന്ന് വേണം വയ്ക്കാനായിട്ട്. അടച്ച് വയ്ക്കരുത്. അടച്ച് വെച്ചാൽ ആവി വെള്ളം വീഴും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള കലത്തപ്പമാണ്. ശരിക്കും ഒരു ഹലുവയുടെ പ്രതീതിയുണ്ട് ഇത് കണ്ടാൽ. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കലത്തപ്പമാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും നല്ലതുപോലെ ഉണ്ടായി കിട്ടുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതേ ഇല്ല. അപ്പോൾ ഇതിലെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റാണ്. ഇതിനകത്ത് വെള്ളം ചേർത്തിരിക്കുന്നതെല്ലാം കറക്റ്റായിട്ടുള്ള അളവിലാണ്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. നല്ല ആരെടുത്ത സോഫ്റ്റ് കലത്തപ്പമാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമല്ലേ. ഇപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ ഒട്ടും ഫ്ലോപ്പ് ആകാതെ സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.